ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നന്ദു ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്തേക്ക് പോയിട്ട് ഇതുവരെ വരാത്തതിൻ്റെ ടെൻഷനിലാണ് കനകയും നവ്യയും നയനയല്ല. അപ്പം നവ്യ പറയുന്നുണ്ട്, എന്തായാലും അമ്മ അവളെ പറഞ്ഞു വിടണ്ടായിരുന്നു, രാത്രിയല്ലേ എന്നൊക്കെ. അപ്പം നയന പറയും, അമ്മ ഒന്നുകൂടെയൊക്കെ സീരിയസ് ആയിട്ട് സംസാരിക്കണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ, നിനക്ക് പറയത്തില്ലായിരുന്നോ അവളോട് രാത്രി പോകണ്ടെന്ന് എന്ന് നയനയോട് കനകയും ചോദിക്കും. അമ്മ എന്തായാലും അച്ഛനോട് പറയണം, അച്ഛൻ വഴക്ക് പറയട്ടെ അവളെ, അച്ഛൻ ചൂടായി കഴിഞ്ഞാൽ പിന്നെ അവൾ അടങ്ങിയിരുന്നുള്ളൂ, അല്ലാതെ നമ്മളാരെങ്കിലും പറഞ്ഞാൽ അവൾക്ക് ഒരു വിലയില്ല, അത് നിസ്സാരമായിട്ട് അവൾ കരുതത്തേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നന്ദു അങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറയും. എന്നിട്ട് കയറി വരുന്ന ഉടനെ നന്ദുവിനെ 3 പേരോട് അങ്ങ് വളഞ്ഞ് വഴക്ക് പറയുകയാണ്. കനക ചോദിക്കും, നീ എവിടെ ആയിരുന്നു ഇത്രയും നേരം, എന്തിനാ ഇത്രയും താമസിച്ചെന്നൊക്കെ ചോദിക്കും. അപ്പോൾ നന്ദു പറയും, അത് രാകേഷിൻ്റെ വീട്ടിലായിരുന്നല്ലോ പാർട്ടിയൊക്കെ, അന്നേരം എല്ലാവരുടെയും കൂടെ വിഷുവൊക്കെ ആയതുകൊണ്ട് പടക്കമൊക്കെ പൊട്ടിച്ച് സമയം പോയത് അറിഞ്ഞില്ലെന്ന് പറയും. അതെന്താ രാത്രിയായെന്ന് നിനക്ക് ഇത്ര അറിയത്തില്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കും. നിൻ്റെ കൂടെ ഫ്രണ്ട്സായിട്ട് അനി ഉണ്ടായിരുന്നോ എന്നൊക്കെ കനക ചോദിക്കുന്നുണ്ട്. അനിയൊന്നും വന്നില്ലായിരുന്നൊക്കെയാണ് നന്ദു കള്ളവങ്ങ് പറയും. അന്നേരം അതൊക്കെ നയനയ്ക്ക് മനസ്സിലാവുന്നുണ്ട് നന്ദു കള്ളവാ പറയുന്നെന്ന്. അമ്മ ഇനി എന്തായാലും വഴക്കൊന്നും പറയണ്ട, നീ ഇങ്ങ് വന്നേന്ന് പറഞ്ഞ് നന്ദുവിനെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോവുകയാണ് നയന. അകത്ത് ചെന്ന ഉടനെ നയന ചോദിക്കുന്നുണ്ട് നന്ദുവിനോട്, ഇന്നത്തെ നിങ്ങളുടെ കൂട്ടത്തിൽ അനി ഇല്ലായിരുന്നെന്ന് ചോദിക്കും. ഇല്ല ചേച്ചി, അനി വന്നില്ലായിരുന്നെന്നാണ് തപ്പി പറയുന്നത് നന്ദു. അണ്ണ പറയും, നീ എന്നോട് കള്ളമൊന്നും പറയണ്ട, എനിക്കറിയാം അനി അവിടെ വന്നിരുന്നുള്ളതിന് എൻ്റെ തെളിവുണ്ടെന്ന് പറയും. ഇല്ല ചേച്ചി, വന്നില്ല എന്ന് പറയുന്നുണ്ട്. അല്ല, നീ ഇന്ന് പറയണ്ട, എന്നോട് അതിനുള്ള തെളിവൊക്കെ കിട്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്, അവൻ ഇന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു പറയും. അത് പിന്നെ ചേച്ചിക്ക് അറിയാമല്ലോ, അവൻ പറഞ്ഞായിരുന്നു കല്യാണത്തിൻ്റെ തലേദിവസം മദ്യപിച്ച് ബഹളം ഉണ്ടാക്കിയ പോലെ തന്നെ മദ്യപിച്ചിട്ട് വീട്ടിലൊക്കെ ചെന്ന് പ്രശ്നം ഉണ്ടാക്കുമെന്ന്. ആ പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ പോയത്, അതുകൊണ്ടാണ് പോയെന്നൊക്കെ പറയും. നിനക്കറിയത്തില്ലേ നന്ദു, അവൻ കല്യാണം കഴിച്ച ഒരാളാണ്, അവന് ഭാര്യയുണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും നിന്നോട് മാറി മാറി പറഞ്ഞിട്ട് നീ എന്നാ കേൾക്കാത്തത്? ഞാനും ആദർശേട്ടൻ്റെ അമ്മയും എല്ലാവരും നിന്നോട് നന്നായിട്ട് പറഞ്ഞതല്ലേ അനിയുടെ ജീവിതത്തിൽ വീണ്ടും ചെന്ന് കയറരുതെന്ന്, അവൻ്റെ ജീവിതം കലക്കാൻ നീ ആയി ഇടവരുത്തരുതെന്ന് ഞങ്ങളെല്ലാവരും പറഞ്ഞല്ലേ, നീ വീണ്ടും എന്തിനാ അവനുമായിട്ട് ഫ്രണ്ട്ഷിപ്പൊക്കെ തുടരുന്നേ, അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കും. അത് ചേച്ചി, അവൻ്റെ വിഷമം എനിക്ക് അങ്ങനെ തള്ളിക്കളയാൻ പറ്റത്തില്ലെന്ന് പറയും. അതൊന്നും നീ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല, അത് അവൻ്റെ കുടുംബജീവിതമാണ്, അവൻ്റെ ഭാര്യയും അവനും തമ്മിൽ പല പ്രശ്നങ്ങളും കാണും, അതൊന്നും നീ ഇടപെടേണ്ട ആവശ്യമില്ല. പിന്നെ വീണ്ടും നീ ഞങ്ങളെല്ലാം ധിക്കരിച്ചുകൊണ്ട് അവനുമായിട്ട് ചങ്ങാത്തം കൂടാനാണ് ഉദ്ദേശമെങ്കിൽ നിനക്ക് ഇങ്ങനെ ഒരു ചേച്ചിയില്ലെന്ന് നീ വിചാരിച്ചോളൂ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് നയനെ അങ്ങ് ഇറങ്ങിപ്പോവും. എന്തോ അന്നേരം സങ്കടത്തോടെ നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് അനി വീട്ടിലേക്ക് കയറി ചെല്ലുന്നതാണ്. അന്നേരം ദേവയാനി ഇങ്ങനെ വാതിൽക്കൽ തന്നെ നിൽപ്പുണ്ട്, ദേഷ്യപ്പെട്ടാണ് നിൽക്കുന്നത്. ദേവയാനിയോട് എല്ലാ കാര്യങ്ങളും നയനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, അതിൻ്റെ ദേഷ്യമാണ് ദേവയാനിയുടെ മുഖത്ത്. സമയം എത്ര ഇടാന്ന് ചോദിക്കും അനിയെ കാണുന്ന ഉടനെ. 11 മണിയാകുന്നെന്ന് പറയും. 10 മണിക്ക് മുമ്പ് വീട്ടിൽ കയറണമെന്ന് ഇവിടെ എല്ലാവരോടും മുത്തശ്ശൻ പറഞ്ഞിട്ടുള്ളതല്ലേ, നിങ്ങളെല്ലാം വലുതായി കഴിഞ്ഞാൽ പിന്നെ ഈ സമയമൊക്കെ അങ്ങ് മാറ്റിയോ എന്ന് ചോദിക്കും. നീ എവിടെ പോയതായിരുന്നു ചോദിക്കും. ഞാൻ എൻ്റെ കൂട്ടുകാരുടെ കൂടെ പോയതായിരുന്നു പറയും. ആരൊക്കെയാണ് നിൻ്റെ കൂട്ടുകാരെന്ന് ചോദിക്കും. രാകേഷും ബാക്കിയുള്ളവരൊക്കെ പേര് പറയുന്നുണ്ട്. അവരൊക്കെ നന്ദുവിൻ്റെ കൂട്ടുകാരല്ലായിരുന്നോ, എന്നോട്ടാണ് നിൻ്റെ കൂട്ടുകാരായെന്ന് ചോദിക്കും. അവരൊക്കെ എൻ്റെയും കൂട്ടുകാരായിരുന്നു എന്ന് പറയും. നന്ദു ഇല്ലായിരുന്നു നിങ്ങളുടെ കൂട്ടേന്ന് ചോദിക്കും. ഇല്ലെന്ന് പറയുന്നതും ദേവയാനി അനിയുടെ ചെവിക്കൽ തീർത്തൊരെണ്ണം കൊടുക്കുന്നുണ്ട്. അനി അങ്ങ് ഞെട്ടിപ്പോവും. ഇങ്ങനെ അടി അനി എന്നാണെന്ന് പ്രതീക്ഷിച്ചില്ലെന്ന് തോന്നുന്നു. കള്ളം പറയുന്നോടാ നന്ദു ഇല്ലെന്നൊക്കെ പറയുന്ന, നന്ദു നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു, എന്നിട്ട് അവൾ ഇപ്പോഴല്ലേ പോയത്, നിനക്ക് ഇങ്ങനെ ജീവിക്കാൻ ഒരു മടിയുമില്ലല്ലോ, നിന്നേക്കാത്തൊരു ഭാര്യ വീട്ടിനകത്ത് ഇരിപ്പുണ്ട്, ഉറക്കളച്ച് അവൾ ഇരിക്കുകയല്ലേ എന്നൊക്കെ ചോദിക്കും. പിന്നെ അനാമിയെ പൊക്കി അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് കേൾക്കുമ്പോഴത്തേനും ഒന്നും തോന്നത്തില്ല. അനി പറയും, വല്യമ്മ ഇങ്ങനൊന്നും പറയണ്ട, അവൾ ഉറങ്ങിയില്ലെന്ന് വല്യമ്മ പറയുന്നു, വല്യമ്മയൊന്നും നോക്കി അവളിപ്പം പോത്തുപോലെ കിടന്ന് ഉറങ്ങുമായിരിക്കും, പിന്നെ എന്തിനാ ഇതൊക്കെ പറയുന്നതായിരിക്കും. അതല്ല, നീ ഇങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു പെൺകുട്ടിയെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ടാണോടാ നീ ഇങ്ങനെ അവളെ വിഷമിപ്പിക്കുന്നത്, നീ നന്ദുവിൻ്റെ കൂടെ പോകരുത്, നന്ദുവായിട്ട് ഒരു ബന്ധവും പാടില്ല എന്നൊക്കെ ഞങ്ങൾ എത്ര പ്രാവശ്യം പറഞ്ഞാന്നൊക്കെ പറയും. വല്യമ്മ വിചാരിക്കുന്ന പോലൊന്നും അല്ല, അവൾ അനാമികയായിട്ട് എനിക്കൊരു ബന്ധവുമില്ല, അനാമികയും ഞാനും രണ്ടായിട്ട് തന്നെയാണ് ഒരു റൂമിൽ കഴിയുന്നത് എന്നൊക്കെ പറയുമ്പോഴത്തേന് ദേവയാനി അങ്ങ് ശരിക്കും ഞെട്ടുന്നൊക്കെ ഉണ്ട്. അന്നേരം പറയും, എന്തൊക്കെയായാലും അവൾ നിൻ്റെ ഭാര്യയാണ്, പിന്നെ അവളൊരു കൊച്ചുകുട്ടിയല്ലേ, ഒറ്റ മോളുവാ, അപ്പം വീട്ടുകാരെല്ലാം കൂടെ ലാളിച്ച് ഒരു വശത്താക്കി വെച്ചിരിക്കുന്ന പെങ്കൊച്ചാണെന്നല്ലേ ഉള്ളൂ, എന്നാലും നീ വേണം അവളെ സ്നേഹിച്ച് വശത്താക്കി വെക്കാനായിട്ട്, ഒരു കുടുംബജീവിതം നിങ്ങൾ വേണ്ടേ നടത്താൻ എന്നൊക്കെ ചോദിച്ച് അനിയെ ഒരുപാട് ബ്രെയിൻ വാഷൊക്കെ ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് അങ്ങ് സങ്കടമാണ്, അടി കിട്ടിയതിൻ്റെയും വഴക്ക് കേട്ടതിൻ്റെ എല്ലാമായിരിക്കും.
അന്നേരം അനി പറയും എന്തായാലും എൻ്റെ ജീവിതം പോയി എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് അകത്തോട്ട് പോകാൻ തുടങ്ങുന്നുണ്ടേ ദേവയാനി പിടിച്ചു നിർത്തിയിട്ട് മോനെ നിന്നെ ഞാൻ അടിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞ് അടിച്ച കവളിലൊക്കെ തലോടുന്നുണ്ട്. ഞാൻ നിന്നെ അടിച്ചിട്ടേ ഇല്ല, ആദർശിനെ വഴക്ക് പറഞ്ഞാൽ പോലും ഞാൻ നിന്നെ വഴക്ക് പറയാതെ വളർത്തിയതല്ലേ, ഇതിപ്പോൾ നീ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നതുകൊണ്ടല്ലേ നിന്നെ എനിക്ക് വഴക്കൊക്കെ പറയേണ്ടി വരുന്നത്, അതുകൊണ്ട് നീ ഇങ്ങനെയൊന്നും ചെയ്യരുത് മോനെ എന്നൊക്കെ പറയും. എനിക്ക് കുഴപ്പമൊന്നുമില്ല വല്യമ്മ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അകത്തോട്ട് കയറി പോകുന്നുണ്ട് അനി അകത്തോട്ട് ചെല്ലുമ്പോൾ അടുത്ത ആൾ ഉപദേശത്തിനായിട്ട് ഉറക്കളച്ചിരിപ്പുണ്ട്. അത് ആദർശാണ്. ആദർശ് ചോദിക്കും നീ എവിടെ പോയതായിരുന്നു ചോദിക്കും. ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ കൂടെ പുറത്തായിരുന്നു എന്നൊക്കെ പറയും. ആ കൂട്ടത്തിൽ നന്ദു ഉണ്ടായിരുന്നു എന്ന് ചോദിക്കും. അത് പിന്നെ എന്നൊക്കെ പറയുന്നുണ്ട്. പറയും എനിക്കറിയാം നന്ദു ഉണ്ടായിരുന്നു, നയന എന്നെ വിളിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. നീ എന്താ മോനെ ഇങ്ങനെയൊക്കെ, നീ ഇങ്ങനെ അനാമികയെ വിഷമിപ്പിക്കാതെ അവളുമായിട്ട് നല്ലൊരു കുടുംബജീവിതം നടത്തണ്ടേ എന്നൊക്കെ പറഞ്ഞ് പിന്നെ ആദർശിൻ്റെ വക ഉപദേശമാണ്. നിൻ്റെ കുടുംബജീവിതം തകരുന്നത് മുത്തച്ഛനും മുത്തശ്ശിക്കും സഹിക്കത്തില്ല, നമ്മുടെ കുടുംബത്തിന് അത് മാനക്കേടാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അങ്ങ് ഉപദേശിക്കും അനിയെ. അനിക്കാണെങ്കിൽ ആകെ സങ്കടമാവും. അനിക്കൊപ്പം നിൽക്കാൻ ആരുമില്ല, അനിയുടെ മനസ്സറിയാനോ അനിയുടെ സങ്കടം അറിയാനോ ഒന്നും ആരുമില്ല. എനിക്കെന്ത് പറയണമെന്ന് പോലും അറിയത്തില്ല. അനി പറയും ഞാൻ എന്ത് പറയാനാ, എല്ലാവരും കൂടി എൻ്റെ ജീവിതം ഇങ്ങനെ ആക്കി, എൻ്റെ ജീവിതം നശിച്ചു, അത് മാത്രമേ എനിക്കറിയത്തുള്ളൂ എന്നൊക്കെ പറയും. അതല്ല ഞാനും നയനയും ഉണ്ടായിരുന്ന പോലത്തെ വഴക്കൊന്നും ഇല്ലല്ലോ നിങ്ങൾക്ക്, ഇപ്പം ഞങ്ങൾ തമ്മിൽ സ്നേഹത്തോടെ കഴിയുന്നില്ലേ എന്നൊക്കെ ചോദിക്കും. അതുപോലെ അല്ലല്ലോ, ഏട്ടത്തിയെപ്പോലെ ഒരു പെണ്ണല്ല അനാമിക, അവൾക്ക് ഉദ്ദേശം പലതാണ്. പിന്നെ അവൾക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അവൾ ഫോണിലാണ് ഒരു ഗ്രൂപ്പ് ഇട്ടിട്ടുണ്ട്. ആ ഗ്രൂപ്പിലാണെങ്കിൽ മുഴുവൻ പെൺപിള്ളേരല്ല ആൺപിള്ളേരും കൂടെ കൂടിയാണ്. ആ കൂട്ടത്തിലൊന്നും ഞാനൊന്നും ശ്രദ്ധിക്കാറേ ഇല്ല. അവൾ ആരോട് എവിടെയെങ്കിലും ചാറ്റ് ചെയ്യുകയോ പോവുകയോ ഒക്കെ ചെയ്തിട്ട് എനിക്കതൊന്നും കുഴപ്പമില്ല. പിന്നെ നമ്മളറിയാതെ തന്നെ അവൾ പലപ്പോഴും ക്ലബിലൊക്കെ പോകുന്നുണ്ട്. പുറത്തിറങ്ങിയാലും അവൾക്ക് കൂട്ടുകാർ മുഴുവൻ ആൺപിള്ളേരാണ്. അതിലൊന്നും ഞാൻ ഇടപെടാറില്ല, എന്നെ അത് ബാധിക്കാറുമില്ല. പക്ഷേ എൻ്റെ കാര്യത്തിൽ എല്ലാവരും കയറി ഇടപെടുകയാണെന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുകയാണ് അനി. അന്നേരം ആദർശം ഒത്തിരി ഉപദേശിയൊക്കെ കൊടുത്ത് പോട്ടെന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേന് അനി കരഞ്ഞുകൊണ്ട് തന്നെയാണ് റൂമിലേക്കും കയറിപ്പോകുന്നത്. റൂമിൽ ചെന്ന് കിടന്നിട്ടും അനിക്ക് ഉറക്കം വരുന്നില്ല. അടുത്ത് കിടക്കുന്ന അനാമിക നല്ലതായിട്ട് ഉറങ്ങുന്നുണ്ട്. അന്നേരം അനി ഉടനെ ഫോൺ എടുത്ത് ഒരു മെസ്സേജ് നന്ദുവിന് അയക്കുന്നുണ്ട്. അപ്പോൾ ആ ഫോൺ കാണുന്നത് നയനയാണ്. നയന ഉറക്കപ്പിച്ചോടുകൂടി തന്നെ തപ്പി പിടിച്ച് ആ ഫോൺ തപ്പിയെടുക്കുന്നുണ്ട്. എന്നിട്ട് മെസ്സേജും വായിക്കും. അന്നേരം അനിയുടെ മെസ്സേജ് ആണല്ലോ എന്ന് പറയും. തൻ്റെ ഫോൺ അല്ലാഞ്ഞിട്ട് പോലും അനീത്തിയുടെ ഫോൺ അടിക്കുന്ന ഉടനെ അതിനകത്തൊന്ന് കയറി മെസ്സേജ് നോക്കേണ്ട വല്ല കുഴപ്പമുണ്ടോ നയനയ്ക്ക്. എന്നിട്ട് നയന ഉടനെ അതും നോക്കി വായിച്ചിട്ട് ഭാര്യ അടുത്ത് കിടക്കുമ്പോഴും അവൻ ഇവക്ക് മെസ്സേജ് അയക്കുകയാണല്ലോ, ഇതൊന്നും അത്ര നല്ലതല്ല എന്നൊക്കെ മനസ്സിലോർക്കുന്നുണ്ട്. എന്നിട്ട് പറയും എന്തായാലും ഇത് നിലയ്ക്ക് നിർത്തണം, സ്നേഹിച്ചവരെ തമ്മിൽ പിരിക്കണ്ടായിരുന്നു, എന്ത് ചെയ്യാൻ അങ്ങനെ സംഭവിച്ചും പോയി എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ട അങ്ങനെ നയനെ അങ്ങ് കിടക്കുന്നത്. നന്ദു ഇതൊന്നും അറിയുന്നുമില്ല. എനിക്ക് ഉറക്കം വരാൻ അനി റൂമിൽ നിന്ന് വെളിയിൽ ഇറങ്ങി വന്നിക്കുന്നുണ്ട്. അപ്പോൾ ഓർക്കുന്നുണ്ട് ഞാൻ അയച്ച മെസ്സേജ് അവൾ കണ്ടല്ലോ, എന്നിട്ട് എന്താ മറുപടി അയക്കാത്തത് എന്നൊക്കെ ഓർത്ത് ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അനി. പിറ്റേ ദിവസം വിഷു ആണ്. അപ്പോൾ നയനെ കനക കൊണ്ടുവന്ന് കണിയൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ നവിയെ നന്ദുവാണ് കൊണ്ടുവന്ന് കണി കാണിക്കുന്നത്. ഇപ്പോൾ ഇവരെല്ലാവരും കണിയൊക്കെ കണ്ട് സന്തോഷിച്ച് നിൽക്കുമ്പോൾ കനക എല്ലാവർക്കും കൈനീട്ടമൊക്കെ കൊടുക്കുന്നുണ്ട്. സന്തോഷത്തോടെ എല്ലാവരും മേടിച്ച് കനകയുടെ കാലിൽ തൊടുന്നൊക്കെ ഉണ്ട്. പിന്നെ ഇവരിങ്ങനെ കണിയൊക്കെ കണ്ട് നിൽക്കുമ്പോൾ അച്ഛൻ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ രാവിലെ കണിയൊക്കെ കണ്ടിട്ട് അമ്പലത്തിൽ പോയെന്ന് പറയും. അപ്പോൾ ഇവരിങ്ങനെ സന്തോഷിച്ച് നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.